അധ്യായങ്ങൾ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ അധ്യായത്തിലേക്ക് വരികയാണ് മീനൻ രാശി. മീനൻ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് മീനലഗ്നം. മീനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മീനം ശുക്രന്റെ ഉച്ചക്ഷേത്രവും ബുധന്റെ നീചക്ഷേത്രവുമാണ്. മീനം ലഗ്നത്തിന് ശനി, ശുക്രൻ, രവി, ബുധൻ ഇവരെല്ലാം വിവിധ കാരണങ്ങൾ കൊണ്ട് പാപന്മാരാണ്. മീനം ലഗ്നത്തിന്റെ ആരാധനാമൂർത്തികൾ ഭഗവതിയും സുബ്രഹ്മണ്യനുമാണ്. ഇത്രയും കാര്യം മുഖതാവിൽ നമ്മൾ ഓർത്തു വയ്ക്കുക. മീനലഗ്നത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു വലിയ പറമ്പ്, അവിടെ ഒരു പുരയിടം, അവിടെ നോക്കിയാൽ കാണാം മീനൻ രാശിയിൽ ഒരു പുള. മീനൻ രാശി ജലരാശിയാണ്. എല്ലാ വീടുകളുടെയും കിണറുകൾ, സ്ഥാനം നോക്കി ചെയ്തിരിക്കുന്നതായ കിണറുകൾ മീനൻ രാശിയിലായിരിക്കും. മീനൻ രാശി എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ ഭാഗത്തായിരിക്കും കിണറിന്റെ സ്ഥാനം. അടുക്കളയുടെ സ്ഥാനവും ഏതാണ്ട് അവിടെ വരും. ഇതെല്ലാം മീനൻ രാശിയുടെ പ്രത്യേകതയാണ്. തന്നെയല്ല, ഒരു വലിയ കോമ്പൗണ്ടിനകത്ത് വീട് വരുമ്പോൾ ആ വീടിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നയാൾ സാധാരണഗതിയിൽ അത് ഈശാന കോണ് എന്ന് പറയുന്ന കോണാണ് ഏറ്റവും ഉത്തമമായ സ്ഥലമായി കണക്കാക്കുന്നത്. അതും മീനൻ രാശിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പൊ മീനൻ രാശിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജലം, കുഴി, ദേവാലയ സ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മീനൻ രാശിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്നു. ഒരു മിക്കവാറും ഭഗവതി ക്ഷേത്രത്തിലോ മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം വരുന്നുണ്ടാവും. ആ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം സാധാരണഗതിയിൽ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അതിൻ്റെ സ്ഥിതി. അല്ലാതെയൊക്കെ വരാട്ടോ. പക്ഷെ എന്നിരുന്നാലും സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും അത് വരുന്നത്. മീനം ലഗ്നമായി ജനിക്കുന്ന ആളുകൾക്ക് സ്വാത്വിക സ്വഭാവവും അവരുടെ നേർത്ത ശരീരപ്രകൃതിയും സത്യസന്ധതയും പ്രസിദ്ധിയും കീർത്തിയും ഉത്തമമായ സംഭാഷണ ശൈലിയും അതുപോലെ പറയാവുന്ന ഒരുപാട് ഗുണഗണങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടുവരുന്നു. മീനം വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. ആ വ്യാഴത്തിൻ്റെതായ ചില സ്വെല്ലിങ്, ആ വ്യാഴത്തിൻ്റെതായ ചില സുഗന്ധങ്ങൾ ഈ ലഗ്നത്തിനും സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുണ്ട്. ഒരുപാട് ഗ്രഹങ്ങൾ ഇതിന് പാപനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് കാര്യകാരണങ്ങളുണ്ട്. അതൊക്കെ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങളാണ്. കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പൊ മീന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തികൾ അവർ 12 രാശിയിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾ ത്വരിതഗതിയിൽ പറഞ്ഞു പോവുകയാണ്. അധികം നീട്ടി വലിക്കാതെ വേഗം വേഗം പറഞ്ഞ് പോവുകയാണ്. ഒരുപാട് ഗുണങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ശുക്രൻ അവർക്ക് ഉച്ചനാണ്. കാരണം ശുക്രനും വ്യാഴവും തമ്മിൽ ശത്രുതയുണ്ടെങ്കിൽ പോലും ശുക്രന് ആ ക്ഷേത്രം ഉച്ചത്വം കൊടുക്കുന്നു. ബുധന് ശത്രുതയുണ്ട് വ്യാഴത്തിനോട്, ബുധന് നീചത്വവും കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ പാരഡോക്സിക്കലായിട്ടുള്ള, വിരോധാഭാസകരമായിട്ടുള്ള നിയമങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നീതി, മര്യാദ, സ്വാത്വികശീലം മുതലായ വലിയ വലിയ ഗുണങ്ങൾ ഇവരിൽ കണ്ടുവരുന്നു. 2ാം ഭാവം മേടമാണ് ഇവരുടെ. മീനത്തിന്റെ 2ാം ഭാവം മേടം. ധനം, കാലിസമ്പത്ത്, നല്ല പുത്രസമ്പത്ത്, ഐശ്വര്യം, ദയാശീലം മുതലായ കാര്യങ്ങൾ 2ാം ഭാവം കൊണ്ട് നമുക്ക് മീനത്തെക്കുറിച്ച് പറയാം. 3ാം ഭാവം ഇവരുടെ ഇടവം രാശിയാണ്. ഇടവം രാശി 3ാം ഭാവമായി വരുമ്പോൾ നല്ല സഹോദര ഗുണം, സഹോദരന്മാരെല്ലാം അനുകൂലികളായി വരിക, മന്ത്രിസ്ഥാനം, പ്രതാപം, ദാനം, കല, ഐശ്വര്യം, വൈഭവം, പ്രസിദ്ധി, കീർത്തി മുതലായ കാര്യങ്ങൾ നമുക്ക് 3ാം ഭാവം കൊണ്ട് നമുക്ക് പറയാം ഇടവമായി വരുമ്പോൾ. 4ാം ഭാവം ഇവർക്ക് മിഥുനൻ രാശിയാണ്. അത് ബുധന്റെ ക്ഷേത്രമാണ്. അങ്ങനെ വരുന്നവർ വസ്ത്രവ്യാപാരികളോ അല്ലെങ്കിൽ സ്വർണ വ്യാപാരികളോ, സ്ത്രീധനം ധാരാളം ലഭിക്കുന്നവരോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതായ ധനം കൊണ്ട് അവർ പുതിയ വീടെല്ലാം വെച്ച് വാഹനങ്ങൾ വാങ്ങി കണക്ക്
മുതലായ കാര്യങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ള കണക്ക് ശാസ്ത്രം, അതുപോലെ വാഹന സംബന്ധമായ യോഗങ്ങൾ മുതലായവ ഉണ്ടായി അവര് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. കർക്കിടക രാശിയാണ് ഇവരുടെ അഞ്ചാം ഭാവം. അഞ്ചാം ഭാവം കൊണ്ട് പുത്രഗുണം ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരിക്കും. നല്ല സന്താനയോഗങ്ങൾ, ആ സന്താനങ്ങൾ വിശ്വവിഖ്യാതരാവുക, പ്രസിദ്ധരാവുക, അവർ മാതാപിതാക്കൾക്ക് അനുരൂപരാവുക, മാതാപിതാക്കളുടെ കീർത്തി ഇവരിലൂടെ പുറത്തേക്ക് വരിക മുതലായ കാര്യങ്ങൾ നമുക്ക് പറയാം. ആറാം ഭാവം മീനത്തിന്റെ ആറാം ഭാവം ചിങ്ങമാണ്. ആറാം ഭാവം ചിങ്ങമായി വരുമ്പോൾ അത് സൂര്യന്റെ ക്ഷേത്രമാണ്. അല്പം ക്രൂരത, ഭൂമി സംബന്ധമായ കേസ് വഴക്കുകൾ, തർക്കം, വ്യാകരണം, വേണ്ടാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് സ്വയം അപഹാസ്യരാകുന്ന സ്വഭാവം, അതുപോലെ എപ്പോഴും ഒരു ജനങ്ങളുടെ ഇടയിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിലോ അയൽവക്കക്കാരുടെ ഇടയിലോ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സെൽഫിഷ്നെസ് എല്ലാം ആറാം ഭാവം കൊണ്ട്, പിന്നെ അനാവശ്യമായ ചില പ്രത്യേക സ്വഭാവങ്ങളും അതോടനുബന്ധിച്ചുള്ള രോഗങ്ങളും ഇവരെ അലട്ടുക, സുഖഹാനി വരുത്തുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. ഏഴാം ഭാവമാണ് കന്നി. അത് ബുധന്റെ ക്ഷേത്രമാണ്. അവിടെ സന്താനങ്ങളെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ സുതാര്യതയുണ്ടാവും. വളരെ സ്നേഹമയിയായിരിക്കും രണ്ടുപേരും. ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നു. ഉന്നത മൂല്യങ്ങൾ അവർക്കുണ്ടാകുന്നു. കാഴ്ചക്കാർക്ക് അസൂയ ഉണ്ടാകുന്നു. എന്നിരുന്നാലും അവർക്ക് പുത്രന്മാരെക്കാൾ കൂടുതൽ പുത്രികളായിരിക്കും. ഭാഗ്യം, സുഖം, സത്യസന്ധമായ സ്വഭാവം, ഉത്തമ കുടുംബ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ, മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക, പരോപകാരം ചെയ്യുക, അയൽവക്കക്കാരോടെല്ലാം നല്ല രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവർ പെരുമാറുക, നയപരമായി പെരുമാറുക മുതലായ കാര്യങ്ങൾ ഏഴാം ഭാവം കന്നി ആയി വരുന്നവർക്കുണ്ട്. എട്ടാം ഭാവം തുലാമാണ്. തുലാം ശുക്രന്റെ ക്ഷേത്രമാണ്. അത് എട്ടാം ഭാവം വരുമ്പോൾ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗദുരിതങ്ങളിൽ പ്രധാനമായിട്ട് കൊളസ്ട്രോൾ, കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടുക, അതുപോലെ ഡയബറ്റിക്സ്, അതേ രീതിയിൽ തന്നെയുള്ള മറ്റ് അനുബന്ധ പല രോഗങ്ങൾ, പ്രഷർ മുതലായ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഉണ്ടാവാറുണ്ട്. ഇവര് ഉപവാസം അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ മരണസംബന്ധമായി പറയുമ്പോൾ അവർക്ക് രാത്രി മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് സാധാരണ രീതിയിൽ കണ്ടുവരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇതെല്ലാം ചുരുക്കി പറയുകയാണ്. എപ്പിസോഡ് ചെറുതാവാൻ വേണ്ടി ചുരുക്കി വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഒമ്പതാം ഭാവം പൂർവജന്മ സുഹൃതവും ഭാഗ്യവും ഐശ്വര്യവും മറ്റുമാണ്. ഒമ്പതാം ഭാവം അവരുടെ വൃശ്ചികമാണ്. ഇത്തരക്കാരെ സംബന്ധിച്ച് അവർക്ക് ദൈവവിശ്വാസം കുറയുകയും യുക്തിവാദത്തിൽ അവരേർപ്പെടുകയും അതുപോലെ പലതരത്തിലുള്ള ജനദ്രോഹ പരിപാടികളിൽ അവർ പങ്കെടുക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നു. ഇതെല്ലാം തമ്മിൽ ആദ്യവും പറഞ്ഞതും തമ്മിലെല്ലാം വളരെയധികം വിരോധാഭാസകരമായ സ്വഭാവങ്ങൾ കാണാം. എന്നിരുന്നാലും ഒരു വ്യക്തിയല്ല മറ്റൊരു വ്യക്തി, അനേക വ്യക്തികൾക്ക് അനേക ലഗ്നമാണ്, അനേക വ്യക്തികൾക്ക് അനേക യോഗമാണ്, ഗ്രഹസ്ഥിതി വ്യത്യസ്തമാണ്. അതനുസരിച്ച് വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായി ഭവിക്കുക. ഒരാൾക്ക് ഒരാളുടേതായ സ്വഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതാണ് ഈ പറയുന്നതിൻ്റെ പ്രത്യേകത. പത്താം ഭാവം വ്യാഴത്തിന്റെ ക്ഷേത്രമായ ധനു ആണ്. ആ പത്താം ഭാവം ധനുവായി വരുന്ന ആളുകൾ അറിവ്, ധനകാര്യങ്ങളിൽ പ്രസക്തി, ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി, ബാങ്ക്, ട്രഷറി മുതലായ കാര്യങ്ങളിൽ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ജോലി, പരോപകാര ശീലം, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, അതുപോലെ ആഹാരം, അന്നദാനം മുതലായ കാര്യങ്ങളെല്ലാം ഇവര് ചെയ്യുകയും തൊഴിലിന്റെ മഹത്വം കൊണ്ട് അവർ സമുദായ മധ്യത്തിൽ പ്രസിദ്ധരാവുകയും ചെയ്യുന്ന അന്തരീക്ഷം പത്താം ഭാവം ധനുവായി വരുന്ന മീനലഗ്നക്കാർക്ക് കണ്ടുവരുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. 11ാം ഭാവം ഇവരുടെ മകരമാണ്. അവരെ സംബന്ധിച്ച് ജലയാത്ര, അതുപോലെ വിനോദയാത്രകൾ മുതലായ കാര്യങ്ങൾ, ധനലാഭം, പല രീതിയിൽ ധനലാഭം, പല വസ്തുക്കളിൽ നിന്ന്, കച്ചവടത്തിൽ നിന്ന്, തൊഴിലുണ്ടെങ്കിൽ പോലും കച്ചവടം മുതലായ കാര്യങ്ങൾ, ബിസിനസ്, സൈഡ് ബിസിനസ് എന്നെല്ലാം പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവര്
ധനസമ്പാദനം നിർവഹിക്കുന്നു. എന്നാൽ പൊതുവിൽ മടിയന്മാരായിരിക്കും. അലസന്മാരും മടിയന്മാരുമായി അവരുടെ കച്ചവട സ്ഥാപനങ്ങളോ അവരുടെ വരുമാന സ്രോതസ്സോ തകരാറിലാവാനുള്ള സാധ്യതകളുമുണ്ട്. ശ്രദ്ധക്കുറവ് കൊണ്ട് തകരാറിൽ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കുംഭമാണ് അവരുടെ 12ാം ഭാവം. ആ 12ാം ഭാവം ശനിയുടെ ക്ഷേത്രമായ കുംഭമാകുമ്പോൾ അവർ സാധാരണഗതിയിൽ ഉപദേശകന്മാർ എന്ന് പറഞ്ഞാൽ നയതന്ത്ര വിദഗ്ധന്മാർ, അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ, അതുപോലെ MLA-മാര്, സ്തുതിപാഠകന്മാര്, മറ്റുള്ളവരുടെ കാര്യങ്ങളെപ്പറ്റി സ്തുതിപാഠകത്വം നടത്തി അവർ അവരുടെ കാര്യം നടത്തുന്ന കാര്യങ്ങളും, സന്താനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുകയും കലഹശീലം, വ്യവഹാരം, അതുപോലെ അനാവശ്യ സഞ്ചാരം മുതലായ കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു 12ാം ഭാവം കുംഭമായി വരുമ്പോൾ. ഇതാണ് മീനലഗ്നത്തിന്റെ 1 മുതൽ 12 വരെയുള്ള കാര്യങ്ങൾ. വേഗത്തിലാണ് നമ്മൾ പറഞ്ഞു പോയത്. മറ്റു ലഗ്നങ്ങളെ കുറിച്ച് വളരെ സാവകാശം പറഞ്ഞപ്പോൾ ഇത് വേഗത്തിൽ പറഞ്ഞ് തീർക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവസാനത്തെ ലഗ്നമാണ് ഇത്. ഈ ലഗ്നത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആകത്തുക നോക്കുമ്പോൾ ഈ ലഗ്നം വളരെ മനോഹരമാണ്. ഇത് എല്ലാ ആളുകൾക്കും, ഈ ലഗ്നം വരുന്ന എല്ലാ ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഗുണത്തിൻ്റെതായ ഒരു അവസ്ഥ ഏതെങ്കിലും സമയത്തുണ്ടാകും. ദോഷവശങ്ങൾ ഉണ്ടാകുന്നത് ഗ്രഹസ്ഥിതി കൊണ്ടും അവരുടെ ജനന സമയം കൊണ്ടും അവരുടെ മറ്റ് യോഗബലം കൊണ്ടും ആണ് എന്ന് ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുക. വിരോധാഭാസകരമായ പല പ്രവൃത്തികളും ഒരേ വ്യക്തിയുടെ ജീവിതത്തിൽ പല നിറങ്ങൾ പലതരത്തിൽ പ്രതിവചിക്കാറുണ്ട് എന്ന് ഓർത്തുകൊണ്ട് മീനലഗ്നത്തെ ഇവിടെ തൽക്കാലം നിർത്തുന്നു. ഇനി നമുക്ക് പുതിയ അധ്യായങ്ങളിലേക്ക് പോകാം. അത്തരം അധ്യായങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.